Greetings to you all in the sweet name of our Lord and Savior Jesus Christ. Again, we are on another Sunday, inching to the end of 2020. God has been good to us. He has been guiding and leading each one of us. Let me bring the word of God for that the Lord has given to me to be shared with you. I take your attention to Revelation chapter 20 verse 11. Revelation chapter 20 verse 11. Then I saw a great white throne and him who sat on it, from whose face the earth and the heaven fled away, and there was found no place for them. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. The book of Revelation, at least to me, is the book that I have least preached from. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഏറ്റവും കുറച്ച് പ്രസംഗിച്ചിട്ടുള്ളതായ ഒരു വേദപുസ്തകത്തിലെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. Also want to confess that this is the least read book, at least by me. ഒരു പ്രാവശ്യം കൂടി എനിക്കതും പറയുവാനായിട്ട് കഴിഞ്ഞു. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവ് വായിച്ചിട്ടുള്ളതായ പുസ്തകവുമാണത്. Because of the numbers and the symbolic activities that are there in the book. ആ പുസ്തകത്തിൽ കാണുന്നതായ സംഖ്യകളുടെ കണക്കും അതുപോലെ തന്നെ ഉപമകളുടെ രൂപത്തിലോ അടയാള രൂപത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ആണ് അതിന്റെ ഒരു കാരണം. But I have not been negligent of this book. That is part of the scripture. എന്നാൽ വേദപുസ്തകത്തിലെ ഭാഗമായിരിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ ഉപേക്ഷയായി വിചാരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. And this passage came to me very powerfully in the last maybe 3 or 4 weeks. കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് എന്നോട് ശക്തമായിട്ട് ഇടപെട്ടതായ ഒരു പാസേജാണിത്. And I speak from the passage not to offend anybody. ആരെങ്കിലും പ്രയാസപ്പെടുത്തുവാൻ വേണ്ടി അല്ല ഞാൻ ഈ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത്. But then I would like to derive a few realities that are there in this chapter. എന്നാൽ ഈ അധ്യായത്തിൽ കാണുന്നതായ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to assure you that I would be very sensitive to the things mentioned in the chapter. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെപ്പറ്റി കാര്യങ്ങളെപ്പറ്റി ഞാൻ വളരെ ശ്രദ്ധാലുവായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. I remember in my experience one of the time where I spoke in an Episcopal church from one of these chapters, and the Bible reading was not well accepted by the church. എനിക്ക് ഓർമ്മയുണ്ട് ഒരു പ്രാവശ്യം ഞാൻ ഇതിൽ ഒരു ഭാഗത്ത് നിന്ന് ഒരു സഭയിൽ സംസാരിച്ചപ്പോൾ ഞാൻ ആ വായിച്ച ഭാഗം അവിടെ ഉണ്ടായിരുന്ന പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. In Episcopal churches, in the pattern of worship, they have a place for scripture reading. എപ്പിസ്കോപ്പൽ സഭകളിൽ അവരുടെ ആരാധനയുടെ മധ്യത്തിൽ വേദപുസ്തകം വായിക്കുവാനായി ഒരു സമയമുണ്ട്. And they usually read the full chapter, and usually the preacher's preaching portion is being read to the church. അവരെ സാധാരണയായി ഒരു വേദപുസ്തകത്തിലെ ഒരു മുഴുവൻ ഭാഗമാണ് വായിക്കുന്നത്. അന്നത്തെ പ്രസംഗകൻ പ്രസംഗിക്കുവാനുള്ള ഭാഗത്ത് നിന്നായിരിക്കും അവിടെ വായിക്കുന്നത്. And when I told the pastor that this is the passage to be read, I could see frown on the pastor's head. എന്നാൽ ഞാൻ ആ പാസ്റ്ററോട് പറഞ്ഞു, ഇന്ന് ഞാൻ ഇതിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്ററുടെ മുഖത്തുണ്ടായതായ ആ ഭാവ വ്യത്യാസം എനിക്ക് മനസ്സിലായി. I know when I speak to a Pentecostal church, they are over familiar with some of the facts in this book. എന്നാൽ ഒരു പെന്തക്കോസ്ത് സഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്കറിയാം ഇതിലെ പല കാര്യങ്ങളും നാം വളരെയധികം നമുക്ക് പരിചിതമായ ഭാഗങ്ങളാണ്. Yet I know that there are contemporary Christian churches who will not touch on these subjects. എന്നാൽ അതേ സമയം തന്നെ സമകാലീന സഭകളിൽ ഈ ഭാഗങ്ങള് അധികം പ്രസംഗിക്കാനോ അതേ സ്പർശിക്കുവാനോ ശ്രമിക്കാറില്ല. About 4 weeks back I was seeing a Christian talk show. ഏകദേശം 4 ആഴ്ച മുമ്പ് ഞാൻ ഒരു ക്രിസ്തീയ ടോക്ക് ഷോ കാണുവാനിടയായി. And a very popular preacher, Western preacher, he was asked a question, why don't you preach on judgment of the Lord and sin of people?
വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പാശ്ചാത്യ പ്രസംഗകനോട് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധിയെ പറ്റിയും ജനങ്ങളുടെ പാപത്തെ പറ്റിയും നിങ്ങൾ പ്രസംഗിക്കുന്നില്ല എന്ന്. And immediately he said, I don't want to offend people and I want to be true to the word of God. അദ്ദേഹത്തിന്റെ ഉടനെയുള്ള മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു, എനിക്ക് ആളുകളെ പ്രയാസപ്പെടുത്തുവാനായിട്ട് ഒട്ടും താല്പര്യമില്ല, ദൈവവചനത്തിന്റെ സത്യത്തോട് ചേർന്ന് നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I would not incline to that side, but I will try to be true to the scripture. എന്നാൽ അതിനോട് ചേർന്നല്ല ഞാനിപ്പോൾ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവവചനത്തിന്റെ സത്യത്തോട് അതേ സമയം ചേർന്ന് നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. When I look at the scripture on the topic of hell, ഞാൻ നരകത്തെ പറ്റിയുള്ളതായ ദൈവവചന ഭാഗങ്ങളെ നോക്കുമ്പോൾ the first 5 books you don't see anything about hell. ആദ്യത്തെ വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളിൽ നരകത്തെ പറ്റി ഒന്നും തന്നെ നാം കാണുന്നില്ല. Historical books have hardly any reference to hell. ചരിത്രപരമായ പുസ്തകങ്ങൾ നോക്കിയാൽ നരകത്തെ പറ്റിയുള്ളതായ വലിയ പ്രസ്താവനകളൊന്നും അവിടെ ഇല്ല. Poetic books, there are indirect references, but it's not really to hell. കാവ്യപരമായ പുസ്തകങ്ങൾ നോക്കുമ്പോൾ നരകത്തെ പറ്റിയുള്ളതായ ചില ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസസ് അവിടെ ഉണ്ട്, എന്നാൽ അതിനും വളരെ വിശദമായിട്ടില്ല. The wisdom literature has nothing about hell. ജ്ഞാനത്തിൻ്റെതായ പുസ്തകങ്ങളിൽ ഒന്നും തന്നെ നരകത്തെ പറ്റി പറയുന്നില്ല. The prophets speak very little about hell. പ്രവാചകന്മാർ സംസാരിച്ചു വരുമ്പോൾ നരകത്തെ പറ്റി വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. Coming to New Testament, if you look at epistles, none of the apostles, you can't glean too much from their writings about hell. പുതിയ നിയമ ലേഖനങ്ങൾ നോക്കിയാൽ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിലും നരകത്തെ പറ്റിയുള്ള വളരെ വിശദമായ എഴുത്തുകളൊന്നും അവിടെ ഇല്ല. But when heaven wanted to disclose this truth to the people, എന്നാൽ സ്വർഗം ഈ സത്യം ജനത്തെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ they find it fit nobody else but the crown of heaven, the Son of God coming and disclosing about hell to the people. മറ്റാരുമല്ല, സ്വർഗത്തിന്റെ മകുടമായിരുന്നവൻ തന്നെ ഇറങ്ങി വന്ന് നരകത്തെ പറ്റി ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കണമെന്നാണ് സ്വർഗം ആഗ്രഹിച്ചത്. It is an extraordinary doctrine which heaven decided none other than his Son would declare anything about that. ഈ ഉപദേശം വളരെ അസാധാരണമായ ഒരു ഉപദേശമായിരുന്നതുകൊണ്ട് സ്വർഗം തീരുമാനിച്ചു തന്റെ പുത്രനല്ലാതെ മറ്റാരും തന്നെ ഇത് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. If it was by apostles they were disclosing about too much about hell, there could have been a chances that contemporary Christians would have avoided that book as well. ഒരുപക്ഷെ അപ്പോസ്തലന്മാരാണ് കടന്നു വന്ന് അപ്പോസ്തലന്മാരാണ് നരകത്തെ പറ്റി എഴുതിയിരുന്നെങ്കിൽ സമകാലീന ക്രിസ്ത്യാനികൾ ആ കാലത്ത് അതിനെ തള്ളിക്കളയുവാനായിട്ട് ഇടയുണ്ടായിരുന്നു. Revelation is not an epistle. Revelation, വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന ഒരു ലേഖനമല്ല. It's the revelation of Jesus Christ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. And here you see that whatever is being written is written by the command from the Son of God. അവിടെ നാം കാണുന്നു, അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എഴുതിയതെല്ലാം ദൈവപുത്രന്റെ കൽപ്പന അനുസരിച്ചാണ് എഴുതിയിരിക്കുന്നത്. Now let me say a few words about the way I would be going. ഞാൻ മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന രീതിയെ പറ്റി ചില വാക്കുകൾ ഞാൻ പറയാം. You know, I would be referring to you and you. നിങ്ങളെ ഞാൻ നീ എന്ന് ഞാൻ പലപ്പോഴും പറയുവാനിടയുണ്ട്. When I say you, I mean something. ഞാൻ നീ എന്ന് പറയുമ്പോൾ ഞാൻ അതിനൊരു പ്രത്യേക അർത്ഥം കരുതുന്നു. It refers to the professing Christians but not the practicing Christians. വിശ്വസിക്കുന്നതായ ക്രിസ്ത്യാനികളെ പറ്റിയാണ്, അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ക്രിസ്ത്യാനിയെ പറ്റിയല്ല ഞാനിത് പറയുന്നത്. I would be referring to you as the ones who live with in a life of compromising Christianity. ഞാൻ നീ എന്ന് പറയുമ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ഒത്തുതീർപ്പിന് വിധേയരായ ചില ക്രിസ്ത്യാനികളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. People who value less for spirituality. ആത്മീയതയ്ക്ക് അധികം വില കൊടുക്കാത്ത, വില കുറച്ച് കാണുന്നവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. They would talk about spirituality but don't have spirituality at all. അവർ ആത്മീയതയെ പറ്റി ഏറെ സംസാരിക്കും, എന്നാൽ അവരുടെ ജീവിതത്തിൽ ആത്മീയതയില്ല. I want to tell you that we would be grappling with few realities as we go through these chapters. നാം ഈ അധ്യായങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങളുമായി നാം ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയാം. The reality of heaven, the reality of hell, the reality of death, the reality of life and eternal life.
സ്വർഗമെന്ന് പറയുന്ന യാഥാർത്ഥ്യം, നരകമെന്ന് പറയുന്ന യാഥാർത്ഥ്യം, മരണമെന്ന യാഥാർത്ഥ്യം, ജീവനമെന്ന യാഥാർത്ഥ്യം, നിത്യജീവിതമെന്ന യാഥാർത്ഥ്യം. Because these things are disturbing, we cannot avoid these things in our Christian walk with the Lord. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പ്രയാസകരമായി നമുക്ക് തോന്നുന്ന ഉപദേശമാണെങ്കിലും നമുക്ക് അതിനെ ഒരിക്കലും ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. I want to tell you, the media portrays everybody who is young in their age. സകലരെയും അവരുടെ ജീവിതത്തിലെ പ്രായം ചെറുപ്പക്കാരായി കാണിക്കുവാനാണ് പലപ്പോഴും മീഡിയ ശ്രമിക്കുന്നത്. You look at the movies, you look at the stars there, everybody, the actresses, everybody is young and they are portrayed as young people. നമ്മൾ മീഡിയ മൂവികളൊക്കെയും കാണുമ്പോൾ അതിൽ അഭിനയിക്കുന്നവർ, അതിലെ കഥാപാത്രങ്ങളൊക്കെ ചെറുപ്പക്കാരും ആരോഗ്യമുള്ളവരുമായിട്ടാണ് നാം കാണുന്നത്. And people tend to stay young in whatever form they want to be. അവരേതൊക്കെ രീതിയിലായിരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെയും യൗവനത്തിലായാലും ചെറുപ്പത്തിലായാലും പ്രായം കുറഞ്ഞവരായി കാണുവാൻ ആഗ്രഹിക്കുന്നു. And it gives us an impression that we would always stay young in our lives. അത് നമുക്ക് തരുന്നതായ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, ഒരു വികാരം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എപ്പോഴും നാം ചെറുപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെന്നുള്ളത്. As we inch towards older age, we try to do everything possible to remove the wrinkles and traces of old age from our body. നാം പ്രായം വർദ്ധിച്ചു വരുമ്പോൾ, പ്രായാധിക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെതായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളും ചുക്കുകളും ഒക്കെ മാറ്റുവാനായി നാം ശ്രമിച്ചുകൊണ്ടിരിക്കും. But let me make a statement here. എന്നാൽ ഞാൻ നിങ്ങളോടൊരു പ്രസ്താവനയോടെ പറയാം. If Jesus Christ is not a liar, യേശു ക്രിസ്തു ഒരു വ്യാജം പറയുന്നവനല്ല എങ്കിൽ, with death there would be some very extraordinary things to happen. മരണത്തോട് ചേർന്ന് വളരെ അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കും. I mean, we would stand exposed before the world and before the God. ദൈവത്തിന്റെയും ലോകത്തിന്റെയും മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടവരായി നാം നിൽക്കുന്നു. Everything that we try to hide will stand exposed and we stand naked before the Lord. മറച്ചു വെക്കുവാനായി നാം ശ്രമിച്ചതൊക്കെ തുറന്നു കാണിക്കപ്പെട്ട നഗ്നമായ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു സമയം. Today we don't want others to know that I am going through some physical ailments in my body. ഒരുപക്ഷെ ഇന്ന് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് എന്റെ ജീവിതത്തിലെ രോഗാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത് മറ്റാരും അറിയുവാൻ ആഗ്രഹിക്കുന്നില്ല. But on that day, your reaction to your physical ailment would be brought before the whole of the humanity. എന്നാൽ ആ ദിവസത്തിൽ നിന്റെ ശരീരത്തിന്റെ പ്രശ്നങ്ങളുടെ മേലെ, രോഗത്തിന്റെ മേലെ നീ എപ്രകാരം പ്രതികരിച്ചു എന്നുള്ളത് സകല മാനവ വർഗത്തിന്റെ മുമ്പിൽ വെളിപ്പെടും. Today you don't want anybody else to know the kind of financial conditions that you are going through, but on that day your response to finances would be exposed on the white throne. ഒരുപക്ഷേ ഇന്ന് നിന്റെ സാമ്പത്തിക അവസ്ഥയെ പറ്റി മറ്റാരും അറിയുവാൻ നീ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അന്ന് വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നീ നിന്റെ സാമ്പത്തിക അവസ്ഥയിൽ എപ്രകാരം പ്രതികരിച്ചു എന്നുള്ളത് വെളിപ്പെടും. You stand before the white throne naked, you before the God who knows everything about your life. സകലവും നിന്റെ ജീവിതത്തെ പറ്റി സകലവും അറിയുന്നവനായ ദൈവത്തിന്റെ മുമ്പാകെ ആ വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നീ നഗ്നനായവനെ പോലെ നിൽക്കപ്പെടും. I mean, that day would tell you, when you greeted your brother and sister, what was your intention behind the plastic smile that you portrayed before people. നിന്റെ സഹോദരനെയും സഹോദരിയെയും നീ സ്വീകരിച്ചപ്പോൾ നിന്റെ മുഖത്ത് നീ കാണിച്ചതായ പുഞ്ചിരിയുടെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് ആ ദിവസത്തിൽ വെളിപ്പെട്ടു വരും. We are happy to hear about the preaching of we inching towards the eternal destination. നിത്യമായ ലക്ഷ്യത്തിലേക്ക് നാം കടന്നു പോകുന്നു എന്നുള്ളതായ കാര്യത്തെ പറ്റിയുള്ള പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. When we hear preaching that God is going to bless us, multiply things in our lives, he is going to do extra provisions for us, we would say, yeah, that is what I wanted. ദൈവം നമ്മെ സമൃദ്ധിയിലേക്ക് നടത്തുന്നു, നമുക്ക് കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്നു, ആവശ്യമുള്ള കാര്യങ്ങൾ അതിലേക്കും അധികമായി തരുന്നു എന്ന് നാം കേൾക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അതാണ് എനിക്ക് ആഗ്രഹം എന്നുള്ള രീതിയിൽ നാം സന്തോഷിക്കുന്നു. And when we feel that, when we are told that if we share from our material possession for the Lord, God is going to multiply things in our life, we are happy about it. ദൈവം നമുക്ക് തന്ന നന്മകൾ മറ്റുള്ളവർക്ക് നാം പങ്കുവെക്കുമ്പോൾ ദൈവം അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വർദ്ധിപ്പിച്ചു തരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് നമ്മെ സന്തോഷിപ്പിക്കും. But I want to use a term that's a scriptural term there. We are just stewards of something that God
has entrusted with us. എന്നാൽ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നതായ ആ പദം ഞാൻ അവിടെ ഉപയോഗിക്കാം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഗ്രഹവിചാരകന്മാർ മാത്രമാണ് നാം. Let me come back to the passage. ഞാൻ വായിച്ച ഭാഗത്തിലേക്ക് മടങ്ങി വരട്ടെ. You know, verse 11 starts with, then I saw a white throne, which is not there in Malayalam. ഞാൻ 11-ാം വാക്യം ആരംഭിക്കുന്നത് അതിനുശേഷം ഞാൻ ഒരു വെള്ള സിംഹാസനം കണ്ടു എന്ന് പറഞ്ഞാണ്. In Greek it is and, but it is rightly translated in English as then I saw a great throne. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ അത് കൃത്യമായിട്ടാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഒരു വലിയ വെള്ള സിംഹാസനം കണ്ടു. You know, if you read chapter 20, the preceding passage, 20-ാം അധ്യായത്തിന്റെ ഇതിനു മുമ്പേ ഉള്ളതായ വേദഭാഗം നാം വായിക്കുന്നുവെങ്കിൽ, you know, Satan has been judged. സാത്താനെ ന്യായവിധിക്ക് വിധേയനാക്കി. Once and for all he is gone. എന്നേക്കുമായിട്ട് സാത്താനെ തള്ളിക്കളഞ്ഞു. You know, a few days back I was reading a couple of books. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ 1-2 പുസ്തകം വായിക്കുകയായിരുന്നു. You know, one of the author was talking, a political author was talking about utopia. അത് ആ എഴുത്തുകാരൻ ഒരു രാഷ്ട്രീയ എഴുത്തുകാരനാണ്. ഉട്ടോപ്യ എന്ന് പറയുന്ന സങ്കല്പത്തെ പറ്റി സംസാരിച്ചു. He's talking about an imagined a hypothetical place or state of things where everything is perfect. സകലവും പരിപൂർണതയിൽ എത്തിയിരിക്കുന്നതായ ഒരു ചിന്താപരമായതായ ഒരു അവസ്ഥയെ പറ്റി. I mean, I do see utopia as a philosophical and a political existence, not in reality. ഉട്ടോപ്യ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയപരമായിട്ടോ തത്വചിന്തപരമായിട്ടോ ഉള്ളതായ ഒരു സങ്കല്പം മാത്രമാണ്. And they also do confess that it is mythical or it is more conceptual. അവരോട് ആ എഴുത്തുകാരന് പറയുന്നുണ്ട് അത് തീർച്ചും ചിന്താപരമായിട്ട് അല്ലെങ്കിൽ തത്വപരമായിട്ട് മാത്രമുള്ള ഒരു അവസ്ഥയാണ്. But if you want to do a little homework, Google out everybody who talks about utopia. നിങ്ങൾ ഒരുപക്ഷെ ഗൂഗിളിൽ നോക്കിയിട്ട് ഉട്ടോപ്യയെ പറ്റി ആളുകൾ സംസാരിക്കുന്നൊക്കെയും ചിന്തിച്ചാൽ, you know, they are talking about a state or a place where everything is perfect. സകലവും പരിപൂർണമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയെ പറ്റിയാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. And they feel that the society should come to that, and that is the ultimate destination. തത്വചിന്തകർ വിചാരിക്കുന്ന ആത്യന്തികമായിട്ട് സമൂഹം ആ അവസ്ഥയിലേക്കാണ് കടന്നു വരേണ്ടത്. But again, you take those authors and go into Wikipedia, look into their lives. എന്നാലും നിങ്ങൾ ആ എഴുത്തുകാരെയൊക്കെ നോക്കിയിട്ട് വിക്കിപീഡിയയിൽ കടന്നുപോയി അവരുടെ ജീവിതത്തെ പറ്റി പരിശോധിച്ചാൽ, they have been divorced 3 times and 4 times. അവരുടെ ജീവിതത്തിൽ 3-4 പ്രാവശ്യം വിവാഹമോചനം കഴിഞ്ഞവരാണ്. A man who couldn't find peace in his family is talking about a society where everything would be perfect. സ്വന്തം ഭവനത്തിലെ സമാധാനം കണ്ടെത്തുവാൻ കഴിയാഞ്ഞ ഒരു വ്യക്തിയാണ് സമൂഹം എല്ലാത്തിലും പൂർണ്ണതയിലേക്ക് എത്തുന്ന അവസ്ഥയെ പറ്റി എഴുതുന്നത്. You know, this is a problem in different scales in the lives of people. വ്യക്തികളുടെ ജീവിതങ്ങളിലെ വിവിധ ഘട്ടങ്ങളിലുള്ളതായ പ്രശ്നങ്ങളുടെ ഒരു അനുഭവമാണ്. You know, when you see some people doing really something horrible, ചില വ്യക്തികൾ ഏറ്റവും മോശമായി മ്ലേച്ഛമായി ചില ചെയ്യുന്നത് കാണുമ്പോൾ, you know, I don't know how many of you have read about I think just a week back a boy in about 24, he mutilated the body of his fiancée and threw it at different places right in US. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ വായിച്ചതായ ഒരു സംഭവമാണ്. അമേരിക്കയിലുള്ളതായ ഒരു യുവാവ് തന്റെ ഫിയാൻസിയെ കൊന്ന ശരീരം മുറിച്ച് എറിഞ്ഞു കളഞ്ഞതായ ഒരു അവസ്ഥയെ പറ്റി. You think he is more evil? േക്കാളോ അധികം ദുഷ്ടനാണെന്ന് താനെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? What do you think is the reason behind that? അതിന്റെ പിന്നിലുള്ളതായ കാരണം എന്താണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? There is an existence of evil which none of us can neglect. നമുക്ക് ആർക്കും ഒരിക്കലും ഉപേക്ഷയായി ചിന്തിപ്പാൻ കഴിയാത്ത രീതിയിലുള്ളതായ ഒരു ദുഷ്ടത ലോകത്തിലുടനീളം നിലനിൽക്കുന്നുണ്ട്. There are people who are doing wrong explicitly. പുറമേ എല്ലാവരും കാണുക തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. They are corrupt and given to wicked ways. അവർ ദുഷ്ടതയിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദുഷിച്ച ജീവിതങ്ങളാണ്. There is only one difference between them and us. അവരെയും നമ്മയും തമ്മിലുള്ളതായ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. The difference is in the degree of wrongdoing. ചെയ്യുന്നതായ തെറ്റിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രിയാണ് മാത്രമാണ് വ്യത്യാസം. A perfect state of utopia cannot be reached without eliminating evil that causes everything. സകലവരെയും
കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായ ആ ദുഷ്ടതയെ നീക്കിക്കളയാതെ ഒരിക്കലും പരിപൂർണതയുടെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ കഴിയില്ല. Bible very clearly teaches that there is a evil existence, a person there, and he is called the Satan, the accuser, and the one who corrupts everybody and everything. വേദപുസ്തകം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ദുഷ്ടതയുടെ ആൾ രൂപമായ സാത്താൻ എന്ന് പറയുന്നതായ ഒരു വ്യക്തിത്വമുണ്ട്, സകല ലോകത്തെയും ദുഷ്ടതയിലേക്ക് നയിക്കുന്നത് അവൻ തന്നെയാണ്. And we see that he has been eliminated, and God is preparing to make everything new. ഇവിടെ നാം കടന്നു വരുമ്പോൾ അവനെ പൂർണ്ണമായും ദൈവം നീക്കിക്കളഞ്ഞു, സകലതും പുതിയതാക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം കടന്നു വരികയാണ്. But man has a problem called sin which stops him from getting to perfection. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണതയിലേക്ക് അവൻ എത്തിച്ചെല്ലുവാൻ തടസ്സമായി നിൽക്കുന്ന പാപം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. Some of you who are listening to me are best of the dads, best of the brothers, best of the wives, and best of the sisters. എന്നെ കേൾക്കുന്ന നിങ്ങളിലെ അനേകരും ഏറ്റവും നല്ല പിതാവും ഏറ്റവും നല്ല മാതാവും ഏറ്റവും നല്ല സഹോദരനും ഏറ്റവും നല്ല ഭർത്താവും ഏറ്റവും നല്ല ഭാര്യയുമായിരിക്കും. I was talking to a father a couple of days back. രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു പിതാവിനോട് സംസാരിച്ചു. Not from our church, from outside our church. നമ്മുടെ ചർച്ചിൽ നിന്നുള്ളതല്ല, അതിന് പുറമേ ഉള്ള ഒരു വ്യക്തിയാണ്. And he said, I allow my son to do what he wants to do. താൻ പറഞ്ഞു, എൻ്റെ മകൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുവാൻ ഞാൻ അനുവദിക്കും. And he says, I don't want to stop him from doing what he wants to do. താൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് തടയുവാൻ എനിക്ക് ആഗ്രഹമില്ല. I tried a little probing into why he wants to make allow his son to do anything that he wants. തന്റെ മകൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യം ചെയ്യുവാൻ താൻ അനുവദിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചു. And he said that is out of his love for his son. തന്റെ മകനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് അതെന്നാണ്. And he wants to be a good father. താൻ ഒരു നല്ല പിതാവായിരിക്കാൻ ആഗ്രഹിക്കുന്നു. But I found out, and I in my conversation I realized it is his selfishness. എന്നാൽ എൻ്റെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് അവന്റെ സെൽഫിഷ്നെസ്സിൽ നിന്നുണ്ടായതായ ഒരു It is his selfishness that he does not want his son to think of him as somebody whom he doesn't want or somebody who is not good. തന്റെ സ്വയത്തിൽ നിന്ന് താൻ വിചാരിക്കുന്ന ഒരു അവസ്ഥയാണ് തന്റെ മകൻ ഒരിക്കലും തന്റെ പിതാവിനെ താൻ ആഗ്രഹിക്കാത്ത ഒരുവനായിട്ടോ താൻ ഇഷ്ടപ്പെടാത്ത ഒരുവനായിട്ടോ കാണുവാൻ ആഗ്രഹിക്കുന്നു. So he wants to be good before his son by allowing him to do anything that he wants. തന്റെ മകന്റെ മുമ്പാകെ നല്ലവനാണെന്ന് കാണിപ്പാൻ അവൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അനുവദിക്കുന്നു. I was trying to show you that there is a evil in being a good father there. ഞാൻ പറയുന്നതിന്റെ ഉദാഹരണം ഒരു നല്ല പിതാവായിട്ട് ആകുവാൻ ആഗ്രഹിക്കുന്നതിന്റെ പിന്നിൽ ഒരു ദുഷ്ടചിന്തയുണ്ട്. So if this evil is removed, any husband would be a good husband, any father would be a good father, any wife would be a good wife. അതുകൊണ്ട് ഈ ദുഷ്ടത നീക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ഭർത്താവും നല്ല ഭർത്താവായിരിക്കും, ഏത് ഭാര്യയും നല്ല ഭാര്യയായിരിക്കും, ഏത് പിതാവും നല്ല പിതാവായിരിക്കും. So in the creation this evil has to be removed. അതുകൊണ്ട് സൃഷ്ടിയിൽ നിന്ന് ഈ ദുഷ്ടത നീക്കം ചെയ്യപ്പെടും. Paul says that the creation is groaning to come out of this suppression of sin. ഈ പാപത്തിൻ്റെതായ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാനായി സകല സൃഷ്ടി ഞരങ്ങി പാർക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. So God, knowing that in this transition he removes Satan, who is the one who creates this, who facilitates this. ദൈവത്തിന് അറിയാം, അതുകൊണ്ട് ഈ വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ മധ്യത്തില് അതിന് കാരണക്കാരനായ സാത്താനെ ദൈവം അവിടെ നിന്ന് മാറ്റി. Now I want you to give attention to me, to what I'm going to say. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളോട് പറയുവാൻ പോകുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരും. You know, Satan has been removed. സാത്താൻ ഇവിടെ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. But there is one more evil to be removed. എന്നാൽ ഒരു ദുഷ്ടത കൂടെ നീക്കം ചെയ്യപ്പെടും. There is one more evil to be removed. ഒരു ദുഷ്ടത കൂടെ നീക്കം ചെയ്യപ്പെടും. And that is none other than you, my dear brothers and sisters. അതും നീ അല്ലാതെ മറ്റാരുമല്ല എൻ്റെ പ്രിയ സഹോദര സഹോദരി. You who was told that you got to get away from these ways and come closer to God, you were rebellious, you have to be removed. ഈ ലോകത്തിൽ നിന്നാകുന്ന ദൈവത്തിങ്കിലേക്ക് അടുത്തു വരണമെന്ന് നിന്നോട് ആവശ്യപ്പെട്ടപ്പോൾ നീ അതിന് മത്സരിയായി നിന്നുവെങ്കിൽ ആ നീ അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണം. You thought that there is still time to me to correct myself. You have to be removed on that day. നീ എനിക്കിനിയും എന്നെ തന്നെ ശുദ്ധീകരിക്കുവാനായി സമയമുണ്ടെന്ന് വിചാരിച്ചതായ നീ അവിടെ നിന്ന് മാറ്റപ്പെടേണ്ടിയിരിക്കും. I will wait for the year-end fasting prayer where I would reconcile my books
and my life with the Lord, you will have to be removed. ഈ ലോക അണ്ടറതിയുടെ സമയത്ത് വരുമ്പോഴേക്കും ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ച് ദൈവത്തോട് ചേർന്ന് കൊള്ളാമെന്ന് വിചാരിച്ച നീ അവിടെ നിന്ന് മാറ്റപ്പെടേണ്ടി. Because before you could do that, the trumpet was called and everything has come to a standstill. കാരണം അത് ചെയ്യുവാൻ നിനക്ക് സമയം കിട്ടുന്നതിന് മുമ്പേ കാഹളം ധ്വനിച്ചു, സകലവും നീ ആയിരുന്നതായ അവസ്ഥയിൽ ഇപ്പൊ നിൽക്കുകയാണ്. The door has been closed for you. നിനക്ക് വേണ്ടി വാതിൽ അടയപ്പെട്ടിരിക്കുകയാണ്. The restraining grace has been withdrawn by the Father. തടഞ്ഞു നിർത്ത് സകലത്തിനും തടസ്സമായി നിന്നിരുന്നതായ ആ കൃപ പിതാവ് ഇവിടെ നിന്ന് മാറ്റം ചെയ്യും. Now your realization that you are wrong, you should have done it a little earlier, is not going to work at all. ഇപ്പോൾ നിനക്ക് മനസ്സിലായി നീ തെറ്റാണ് ചെയ്തത്, അല്പം നേരത്തെ ഇത് ശരിയാക്കേണ്ടിയിരുന്നു എന്ന് മനസ്സിലായി. നിന്നെ ഇവിടെ നിന്നും അതിന് പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. You know, there was a time where a few college students, they were driving on the road. ചില നാളുകൾക്ക് മുമ്പ് ചില കോളേജ് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളെ റോഡിൽ കൂടി ഡ്രൈവ് ചെയ്യുകയായിരുന്നു. One of the boy got a expensive car that his father bought for him. തന്റെ പിതാവ് തനിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്ത വിലയേറിയ കാറാണ് ഒരു യുവാവ് ഓടിക്കുന്നത്. And there were other 3 cars with their friends. അവർ മറ്റു 3 കാറിലും അവന്റെ സ്നേഹിതന്മാരുമുണ്ട്. And they came to the highway and started driving. അവർ ഹൈവേയിലേക്ക് കടന്നു വന്ന് ഡ്രൈവ് ചെയ്യുവാൻ തുടങ്ങി. The one who got the expensive car which had so much of power, he was zooming on the road. ആ വില കൂടിയ വില പിടിച്ച കാറുള്ളവന് അതിന് വളരെ ശക്തിയുള്ളതായിരുന്നതുകൊണ്ട് റോഡിൽ അതിവേഗം ഓടുവാൻ പോയി. He was happy that his friends are almost half a mile behind him. തന്റെ കൂട്ടുകാരെ അരമണിയിലെങ്കിലും പുറകിലാണെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ അവന് സന്തോഷം തോന്നി. He was happy that his car has so much power that he can maintain the distance between his friends' cars. തന്റെ കാറിന് ഏറെ ശക്തിയുള്ളതായതുകൊണ്ട് തന്റെ കൂട്ടുകാരുടെ കാറിൽ നിന്ന് വളരെ ദൂരെ സ്ഥലം കീപ്പ് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതിൽ അവന് സന്തോഷമുണ്ട്. His dad's call came when he was driving on the road. തന്റെ ആ റോഡിൽ കൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്റെ പിതാവിന്റെ വിളി വന്നു. He thanked his father for the powerful car. താൻ പിതാവിനോട് ഈ ശക്തി കൂടിയ കാറിന് നന്ദി പറഞ്ഞു. He thanked father for giving him a car which has more power than his friends. തന്റെ സ്നേഹിതന്മാരുടെ കാറിനേക്കാൾ ശക്തി കൂടിയ കാർ തന്നതിനാണ് പിതാവിനോട് നന്ദി പറയുന്നത്. His father felt so happy that his choice for his son was the best amongst his friends. തന്റെ പിതാവിന് അപ്പോൾ വളരെ സന്തോഷമാണ് തന്റെ സ്നേഹിതന്മാരുടെ മധ്യത്തിൽ മകനെ ഏറ്റവും നല്ലത് കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ. His friends texted him, "Be careful, go slow." തന്റെ സ്നേഹിതന്മാരെ കൂട്ടുകാർ പറയുന്നു, അവനോട് ടെക്സ്റ്റ് ചെയ്യുന്നു, നീ സൂക്ഷ്മതയോടെ വേഗത കുറച്ച് പോകുക. As he was looking into the view mirror, where his friend, how far he is from his friends. തന്റെ സ്നേഹിതന്മാരിൽ നിന്ന് എത്ര ദൂരെയാണ് താൻ ആയിരിക്കുന്നതെന്ന് അറിയാനായിട്ട് അവനെ rear view mirror നോക്കുന്നു. He didn't realize that in front of him there was a trailer and he collided with this trailer. തന്റെ മുൻപിൽ ഒരു ട്രെയിലർ ഉണ്ടെന്നുള്ള കാര്യം അവന് മനസ്സിലാക്കുവാൻ കഴിയുന്നതിന് മുമ്പ് ആ ട്രെയിലറുമായിട്ട് അവൻ കൂട്ടിയിടിച്ചു. And he was admitted in the hospital. താൻ ഹോസ്പിറ്റലിലായി. I happened to see this boy. ഞാൻ ആ മകനെ അവനെ കാണുവാനായിട്ട് കടന്നു. Multiple fractures. അവന്റെ ശരീരം മുഴുവൻ ഒടിവുകളാണ്. The parents were crying. അവന്റെ മാതാപിതാക്കൾ കരയുന്നു. Now the parents are regretting for having bought the most powerful car amongst his friends. അവന്റെ സ്നേഹിതന്മാരെക്കാളൊക്കെ ശക്തിയേറിയ കാർ വാങ്ങിച്ചു കൊടുത്തതിന് ഇപ്പോൾ മാതാപിതാക്കൾ ദുഃഖിക്കുന്നു. It was a few minutes that everything changed. ചില നിമിഷങ്ങൾ കൊണ്ടാണ് സകലതും മാറിയത്. You know, when this boy came back to life, ഈ യുവാവ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ can never live a life as ever before. അതിനു മുമ്പ് ജീവിച്ചതുപോലെ ഒരു ജീവിതം ഇനി അവർക്ക് ചെയ്യാൻ കഴിയില്ല. He has to be on wheelchair for his life. അവന്റെ ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലായിരിക്കണം. He cannot use one of his hands at all. അവന്റെ ഒരു കൈ ഉപയോഗിക്കുവാൻ അവന് സ്വാധീനമില്ല. When I spoke to him, ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ he said, "I wished I was a little slow just a little before that." അതിനു അല്പം മുമ്പ് അല്പം വേഗത ഞാൻ കുറച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. You know, that would be the situation on the white throne when we all stand there. നാം വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ അവസ്ഥയും Had I regretted an hour before, I would have been heaven. ഞാനൊരു മണിക്കൂർ മുമ്പ് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ സ്വർഗ്ഗത്തിലായി. Because I want to say with this that any moment you sincerely show remorse and repent from any of our sins, our Father is still ready to wash us clean. ഏത് നിമിഷവും നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കരയുന്നുവെങ്കിലും നമ്മെ കഴുകി ശുദ്ധീകരിപ്പാൻ നമ്മുടെ പിതാവ് ഇപ്പോഴും തയ്യാറാണ്. That should be a decision and a commitment to never do that ever after that. അത്
ഇനി ഞാൻ ഇതിനു ശേഷം ഇത് ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ള ഒരു തീരുമാനവും ഒരു സമർപ്പണവുമായിരിക്കണം. But if you happen to get to white throne before you make that commitment, my dear brother, you would be in a bad situation at that time. എന്നാൽ പ്രിയ സഹോദര സഹോദരി, നീ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വെള്ള സിംഹാസനത്തിന്റെ മുമ്പിലായി തീരുന്നുവെങ്കിൽ നിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. You know, there are, as I speak to you right now, there are several people who are dying out of hunger. ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന അവസരത്തിൽ തന്നെ പട്ടിണി മൂലം അനേകർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. But is it because in the world there is less food? അത് ലോകത്ത് ഭക്ഷണം കുറവായതുകൊണ്ടാണോ? On one side there are people who are throwing away their food. ഒരു ഭാഗത്ത് തങ്ങളുടെ ഭക്ഷണം വലിച്ചെറിയുന്നവരായ ഒരു കൂട്ടർ. And on other side there are people dying of hunger. എന്നാൽ മറുവശത്ത് പട്ടിണി മൂലം ആളുകൾ മരിക്കുന്നു. You know, I mean, even in this city we see people who are homeless and they don't have food to live. ഈ പട്ടണത്തിൽ പോലും നമുക്കറിയാം ഭവനമില്ലാതെ കഴിക്കുവാൻ ഭക്ഷണമില്ലാതെ ആയിരിക്കുന്ന അനേകരുണ്ട്. You know, but then is it because there is no food in this country? അതിന്റെ കാരണം ഈ രാജ്യത്ത് ഭക്ഷണമില്ല എന്നുള്ളത് കൊണ്ടാണ്. Or is it because some of us are grabbing all the food for ourselves? അതോ നമ്മിൽ ചിലരെ സകല ഭക്ഷണവും നമുക്ക് വേണ്ടി മാത്രം പിടിച്ചു വെക്കുന്നത് കൊണ്ടാണ്? Is it because of greed and selfishness in us? അത് നമ്മിലുള്ളതായ ഗ്രീഡ് കൊണ്ടോ നമ്മുടെയുള്ളതായ സ്വയത്തിൻ്റെതായ അവസ്ഥ കൊണ്ടോ ആണ്? You know, today morning I got a couple of pictures and a message from evangelist Saju Matthew. ഇന്ന് രാവിലെ എനിക്ക് ഇവാഞ്ചലിസ്റ്റ് സാജു മാത്യുവിൽ നിന്ന് ഒന്ന് രണ്ട് ചിത്രങ്ങളും ഒരു മെസ്സേജും കിട്ടി. As I was preparing to come to preach standing in this beautiful sanctuary, ഇന്ന് രാവിലെ ഈ മനോഹരമായ ദേവാലയത്തിൽ കടന്നു വന്ന് സംസാരിപ്പാനായിട്ട് ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്നു. You know, Saju Matthew sent me a few pictures of what a church was. ഒരു സഭയുടെ അവസ്ഥ കാണിക്കുന്നതായ ചില ചിത്രങ്ങൾ somewhere in Africa. ആഫ്രിക്കയിലെ ഒരു സ്ഥലത്ത്. You know, couple of bamboo poles are being put there. ഒന്ന് രണ്ട് മുളം കമ്പുകൾ അവിടെ കുത്തിയിട്ടുണ്ട്. And on that they have few leaves and few thatches that they have put, and there are people worshiping in that. അതിന്റെ മുകളിലെ ഇല കൊണ്ടുണ്ടാക്കിയതായ ഒരു മേൽക്കൂരയാണുള്ളത്. അവിടെയാണ് ആളുകൾ ആരാധിക്കുന്നത്. And it is not just a few believers, 3 or 4, 5 believers. There are about more than 50-60 people who are standing there. അത് 3-4 വിശ്വാസികളല്ല, 50-60 വിശ്വാസികളാണ് അവിടെ നിൽക്കുന്നത്. And this was a picture where the scripture was handed over to them by their ministry. ഇവരുടെ ഈ ശുശ്രൂഷയിൽ കൂടെ വന്ന വ്യക്തികൾക്ക് വേദപുസ്തകം കൊടുക്കുന്നതായ ഒരു ശുശ്രൂഷയുടെ ചിത്രമാണത്. You know, if I give you this Bible to you, ഞാൻ ഈ വേദപുസ്തകം നിങ്ങൾക്ക് തരുന്നുവെങ്കിൽ, you would take it as if no, I don't need it. I have half a dozen Bible for myself at my home. ഒരുപക്ഷെ നിങ്ങൾ പറയും എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, എന്റെ വീട്ടില് half a dozen ബൈബിൾ എനിക്കുണ്ട്. But then when these little kids, they are nutritioned kids, when they are getting Bible, you should see the joy in their face. എന്നാൽ ഈ ചില പൈതങ്ങള് അവർക്ക് ഭക്ഷണം നേരെ കഴിക്കുവാനില്ലാത്തതായ പൈതങ്ങൾ അവരുടെ കയ്യിൽ വേദപുസ്തകം കിട്ടിയപ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷം. And they are so joyous that first time in their life they have got a scripture in their hand. അവർക്കുള്ള സന്തോഷത്തിന്റെ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അവർക്ക് വേദപുസ്തകം കിട്ടി. They come and worship in this place. അവർ കടന്ന് ആരാധിക്കാനിരുന്ന ആലയമാണത്. No air condition there. അവിടെ എയർ കണ്ടീഷൻ ഒന്നുമില്ല. No pews and chairs there. അവിടെ ഇരിക്കുവാനേ കസേരയും മേശയൊന്നുമില്ല. They are sitting on the mud floor and worshiping the Lord. അവർ മണ്ണ് തറയിൽ ഇരുന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. They are not concerned of the dress with which they come and worship the Lord. അവർ ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ അണിയുന്ന വസ്ത്രങ്ങളെ പറ്റി അവർക്ക് പ്രശ്നമല്ല. And evangelist Saju's ministry built a small shed for them with tin sheet and little wood and other things so that they worship in a better way. ഇവാഞ്ചലിസ്റ്റ് സാജുവിന്റെ മിനിസ്ട്രി അവർക്ക് വേണ്ടി ഒരു ചെറിയ തകരപ്പാട്ട കൊണ്ട് മേൽക്കൂരയുള്ള ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി അവിടെ അവർക്ക് ആരാധിക്കുവാൻ. You know, when I saw that, I felt, you know, that is where God does his wondrous works. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ദൈവം തന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. You know, when any child goes astray or he goes on a wicked ways, how would the parents respond to it? ഒരു പൈതൽ വഴിതെറ്റി പോകുമ്പോൾ മാതാപിതാക്കളോട് എന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? You know, if you ask those parents, they will say they got into a wrong group. നമ്മൾ ആ മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർ പറയും അവനൊരു തെറ്റായ ഗ്രൂപ്പിൽ ചേർന്ന് പോയി. My son is good, but he got into a wrong group. എന്റെ മോന് കുഴപ്പമില്ല, പക്ഷെ അവൻ കൂടിയ കൂട്ടുകെട്ടാണ് തെറ്റിയത്. I really wonder why don't these parents think that he himself is a group? ഞാൻ
ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ ചിന്തിക്കാത്തത്? അവരുടെ മകൻ തന്നെയാണ് ആ കൂട്ടുകെട്ടെന്നുള്ളത്. And he also forms that group. അവനും ആ കൂട്ടുകെട്ടിന്റെ തുടക്കത്തിന്റെ ഭാഗമാണ്. He is also a part of a group which pulls in people into these wicked ways. ഈ ദുഷ്ടമായ വഴിയിലേക്ക് മറ്റുള്ളവരെ വലിച്ചു കൂട്ടുന്നതായ ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമാണ് അവനും. You know, unless our heart is really changed, നമ്മുടെ ഹൃദയം ശരിയായി മാറുന്നില്ല എങ്കിൽ, and we make a gradual progression towards a complete transformation of our life to the image of Christ. യേശുവിന്റെ സ്വരൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റുന്ന ഒരു മാറ്റത്തിലേക്ക് നാം ക്രമേണ കടന്നു പോകുന്നില്ല എങ്കിൽ, I want to tell you, you are a destroyer. ഞാൻ പറയട്ടെ, നിങ്ങളും ഒരു നശീകരണത്തിന്റെ ഭാഗം തന്നെയാണ്. You are an utopia ruiner. നിങ്ങൾ ഓരോരുത്തരും ഒരു പൂർണ്ണതയുടേതായ അവസ്ഥയെ നശിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. And for the new creation to come into existence, you have to be removed away. അതുകൊണ്ട് ഒരു പുതിയ സൃഷ്ടി രൂപപ്പെടണമെങ്കിൽ അതിന്റെ മാർഗത്തിൽ നിന്ന് നീ മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. You know, if we all think that this earth is creating problem for us, നാം വിചാരിക്കുന്നു ഈ ഭൂമിയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. think of a hypothetical situation that God says that let me transfer all the existing humanity to another planet. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ദൈവം പറയുന്നു എന്ന് കരുതുക, ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ഞാൻ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റാം. I want to tell you, in couple of hours there would be war, there would be fight, there would be cliques and every evil that we see in the present earth. ഞാൻ പറയാൻ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ ദുഷ്ടതകളും യുദ്ധങ്ങളും വഴക്കുകളും അടിപിടികളും എല്ലാം അവിടെയും ഉണ്ടാകും. Before New Jerusalem and New Earth comes into existence, God wants to remove every evil in the world. പുതിയ യെരൂശലേമും പുതിയ ഭൂമിയും രൂപപ്പെടുന്നതിന് മുമ്പേ ഇന്നത്തെ ഭൂമിയിലുള്ള സകല ദുഷ്ടതകളെയും മാറ്റുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. I want to draw your attention to a hypothetical conversation in heaven. സ്വർഗ്ഗത്തിൽ നടക്കുന്ന ഒരു സങ്കല്പ സംഭാഷണത്തിലെ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. God is talking to angels. ദൈവം ദൂതന്മാരോട് സംസാരിക്കുന്നു വിചാരിക്കുക. You know, Satan has been bound forever. Everything is over. സാത്താനെ എന്നേക്കുമായി ബന്ധിച്ചു, സകലവും കഴിഞ്ഞിരിക്കുന്നു. Can we look forward to create the new Jerusalem and new earth? നമുക്കൊരു പുതിയ യെരൂശലേമും പുതിയ ഭൂമിയും സൃഷ്ടിക്കുവാനായി പോകാമല്ലോ. And you are hearing that conversation. നിങ്ങൾ അത് കേൾക്കുന്നു എന്ന് വിചാരിക്കുക. And then the angel respond back. അപ്പോൾ ദൂതൻ മറുപടി ഇങ്ങനെ പറയുകയാണ്, Lord, your highness, there is evil still there. ദൈവമേ, കർത്താവേ, അവിടെ ഇപ്പോഴും ദുഷ്ടതയുണ്ട്. There is evil still there, അവിടെ ഇപ്പോഴും ദുഷ്ടതയുണ്ട്, which restrains us from beginning the task of New Jerusalem and New Earth. അത് ഞങ്ങളെ പുതിയ യെരൂശലേമും പുതിയ സൃഷ്ടിയും നിർമ്മിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ പിന്നിലേക്ക് വലിക്കുന്നു. Who is that? അതാരാകുന്നു? I mean, they are the people. അത് അവിടെയുള്ളതായ വ്യക്തികളാണ്. And they are the people. അവിടെ നിൽക്കുന്നതായ ആ വ്യക്തികളാണ്. And the angel points to you. How would you feel? ആ സമയത്ത് ആ ദൈവദൂതൻ നിന്റെ മേൽ ചൂണ്ടിയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ നീ അതിനെപ്പറ്റി എങ്ങനെ വിചാരിക്കും? If I say you are bad, you will be offended. ഞാൻ ഒരുപക്ഷെ നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകും. But listen to the conversation and the shock that you will get of your life. എന്നാൽ ഈ സംഭാഷണം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതായ ഷോക്ക് എപ്രകാരമായിരിക്കും ചിന്തിക്കുക. That you have to be removed so that New Jerusalem and New Earth has to come into existence. അതായത് നീ പുതിയ യെരൂശലേമും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ നിന്നെ അവിടെ നിന്ന് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. And that's why this verse says, and I saw a great white throne. അതുകൊണ്ടാണ് ഈ വേദപുസ്തകം പറയുന്നത്, അതിനുശേഷം ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു. And in Greek, the throne comes first and great and white comes later. ഗ്രീക്ക് വേദപുസ്തകത്തിൽ സിംഹാസനം എന്ന് പറയുന്ന പദം ആദ്യവും വലിയതും വെള്ളയും രണ്ടാമതുമാണ് വരുന്നത്. This is God's throne. ഇത് ദൈവത്തിന്റെ സിംഹാസനമാണ്. This is the throne of thrones. സിംഹാസനങ്ങളുടെ മേലുള്ളതായ സിംഹാസനമാണ്. I mean, there are other thrones which we need to respect. നാം ബഹുമാനിക്കേണ്ടതായ മറ്റ് സിംഹാസനങ്ങളുണ്ട്. Those are little thrones. അതൊക്കെയും ചെറിയ ചെറിയ സിംഹാസനങ്ങളാണ്. Let me figuratively or symbolically say something like this. ഞാൻ ഒരു ഉപമാത്മകമായിട്ട് ഇങ്ങനെ പറയാം. You know, those are thrones which children make out of craft things, and with craft they make some crowns and people are wearing that. പൈതങ്ങളെ ക്രാഫ്റ്റിന്റെ രൂപത്തിൽ ഉണ്ടാക്കുന്നതായ ചില സിംഹാസനങ്ങളോ അതുപോലെ ഉണ്ടാക്കുന്നതായ
കിരീടങ്ങളും ആളുകൾ ധരിക്കുന്ന പോലെയാണെന്ന് ചിന്തിക്കുക. I want to tell you, if you are scared of any authority, any throne in this world, ഈ ഭൂമിയിലുള്ളതായ ഏതെങ്കിലും അധികാരങ്ങളെയും ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളെയും നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ, I mean, you should come and know what is the throne of thrones and the glory of the person sitting there. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം സിംഹാസനങ്ങളുടെ മേൽ അധികാരമുള്ള സിംഹാസനവും അതിലിരിക്കുന്ന വ്യക്തിയും ആരാണ് എന്നുള്ളത്. I wish, including me, if we had the real grand picture of the one who is on the grand great mega throne. ആ വലിയ സിംഹാസനത്തിൽ ഇരിക്കുന്നതായ വ്യക്തിയെ പറ്റിയുള്ളതായ മഹത്വത്തിൻ്റെതായ ചിത്രം നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാനും എന്നെ ഉൾപ്പെടെ ഞാൻ ചിന്തിക്കുന്നു. You know, the word used here for the throne is mega throne. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായ സിംഹാസനത്തിന്റെ പദം മെഗാ സിംഹാസനം എന്നുള്ളതായ ഒരു അർത്ഥത്തിലാണ്. You know, something that is really huge throne. ഏറ്റവും വലിയതായ ഒരു സിംഹാസനം. Because this has to seat somebody who has created, somebody who has brought everything into existence. സകലവും ഉള്ളത് ഇല്ലായ്മയിൽ നിന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതായ ഒരു വ്യക്തിക്ക് ഇരിക്കേണ്ടതായ സിംഹാസനമാണത്. You know, Uzziah died, and in Isaiah chapter 6 we see he saw God on the throne. ഉസിയ രാജാവ് മരിച്ച വർഷം യെശയ്യാവ് കാണുന്നു ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്ന അവസ്ഥ. Uzziah was a close friend of Isaiah. യെശയ്യാവിന്റെ ഒരു അടുത്ത സ്നേഹിതനായിരുന്നു ഉസിയ രാജാവ്. And Uzziah died. ഉസിയ രാജാവ് മരിച്ചു. So I mean, usually what we would do is go and give him a hug and whisper a few words of encouragement. നാം സാധാരണ ചെയ്യുന്നത് അവിടെ കടന്നുപോയി ഒരു ആലിംഗനമൊക്കെ ചെയ്ത് അല്പം സന്തോഷത്തിന്റെ വാക്കുകൾ പറയുക. But what did God do for his man? എന്നാൽ ദൈവം തന്റെ സ്നേഹിതനോട് ചെയ്തത് എന്താണ്? You know, you have seen a king going away. ഒരു രാജാവ് മരിച്ചു പോയത് നീ കണ്ടു. You have seen a reign of a throne gone away. ഒരു രാജത്വത്തിന്റെ അധികാരം കടന്നുപോയത് നീ കണ്ടു. But I want you to see something who reigns over every king in the world. എന്നാൽ ലോകത്തിലെ സകല രാജ്യങ്ങളുടെ മേലും അധികാരമുള്ളതായ ഒരു അധികാര സ്ഥാനത്തെ നീ കാണണം. He showed him a vision of what the Lord's greatness is all about. ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് കാണിക്കുന്നതായ ഒരു ദർശനമാണ് താൻ അവിടെ കണ്ടത്. You know, he saw the great vision of the Lord and the greatness of him. ദൈവത്തിൻ്റെതായ വലിപ്പവും ദൈവത്തിൻ്റെതായ വലിയ അധികാരവുമാണ് താൻ അവിടെ ആ ദർശനത്തിൽ കാണുന്നത്. Tradition says that Isaiah was torn open with wooden saws and he died. പാരമ്പര്യം പറയുന്നത് യെശയ്യാവ് അവസാനം കൊല്ലപ്പെടുന്നത് ഈർച്ചവാൾ കൊണ്ട് അറുക്കപ്പെട്ടാണെന്നാണ്. And even when he was being cut open, അങ്ങനെ ഈർച്ചവാളിനാൽ തന്നെ മുറിച്ചു മാറ്റിയ സമയത്ത് it says that he was still talking about the word of the Lord. ദൈവത്തിന്റെ വചനത്തെ പറ്റി താൻ അപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. Why could he speak that? എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുവാൻ? What was the courage for him? അവനെ അതിനായിട്ട് ധൈര്യപ്പെടുത്തിയത് എന്താണ്? What was the motivation for it? അതിനായിട്ട് അവനെ പ്രേരിപ്പിച്ചത് എന്താണ്? He had seen the ultimate throne and the glory of that throne. അവന് ആത്യന്തികമായി സകലത്തിന്റെ മേൽ അധികാരമുള്ള സിംഹാസനത്തെയും അതിന്റെ മഹത്വത്തെയും കണ്ടവനാണ്. You know, that throne is the judgment seat of God. ആ സിംഹാസനമാണ് ദൈവത്തിന്റേതായ ന്യായാധിപ സിംഹാസനം. And one day each of us will have to stand before that throne. ഒരു ദിവസം നാം ഓരോരുത്തരും ആ സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. This mega throne is mega in its appearances. അതിന്റെ കാഴ്ചയിൽ തന്നെ ഏറ്റവും വലുതാണ് ആ സിംഹാസനം. In all its dimension it is mega. അതിന്റെ എല്ലാ അളവുകളിലും അത് ഏറ്റവും വലുതാണ്. It is great in its mass and in its weight. അതിന്റെ വലിപ്പത്തിലും അതിന്റെ ശക്തിയിലും അതിന്റെ മഹത്വത്തിലും അത് വലുതാണ്. It is great in its substance as well. അതിന്റേതായ ആത്യന്തികമായ ആശയത്തിലും അത് വലുതാണ്. You know, you say something, I mean, like when this table has to be removed, 4 people hold it and we say it's really weighty. നാം 4 പേര് കൂടി ആ മേശ മാറ്റുന്നുവെങ്കിൽ നാം പറയും അതിന് വളരെ ഭാരമുണ്ട്. You know, it's really heavy throne that is being mentioned in this chapter. ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന സിംഹാസനം അപ്രകാരം ഏറെ ഭാരമുള്ള വലിപ്പമുള്ള സിംഹാസനം. It is great in its strength. അതിന്റെ ശക്തിയിൽ അത് വലുതാണ്. In its eminence it is great. അതിന്റെ മഹത്വത്തിൽ അത് വലുതാണ്. You know, every mention of absolute greatness, that is this throne. എല്ലാ അർത്ഥത്തിലും വലിപ്പത്തിന്റെ ആത്യന്തികമായ അവസ്ഥയാണ് സിംഹാസനം എന്ന് പറയുന്നത്. Everything infinite and everything incomparably great, this throne is that. നാം അറിയുന്നതിലും
നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്നതിലും ഏറ്റവും വലിയ വലിപ്പം എന്ന് പറയുന്നത് ആ സിംഹാസനമാണ്. You know, when I say this table is heavy, ഞാൻ ഈ മേശ വലുതാണെന്ന് പറയുന്നുവെങ്കിൽ I imply that there are tables which are not heavy. ഞാൻ പറയുന്നതിന്റെ അർത്ഥം അതിനെ there are tables which are not heavy. അതിനെ ഭാരമില്ലാത്തതായ മേശകളും ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. So I am saying that this table is heavier than those tables. അപ്പോൾ ഞാൻ പറയുന്നതിന്റെ അർത്ഥം ഈ മേശ ആ മേശകളെക്കാളൊക്കെ ഭാരമേറിയതാണ്. But when the reference is to this throne that is mentioned in 2011 is a throne that is not in comparison with any throne whatsoever. എന്നാൽ 20:11 പറയുന്ന സിംഹാസനത്തെ പറ്റി ഉപയോഗിച്ചിരിക്കുന്ന പദം എന്ന് പറയുന്നത് മറ്റൊരു സിംഹാസനങ്ങളുമായിട്ട് അതിനെ തുലനപ്പെടുത്തുവാൻ കഴിയില്ല. You know, every power proceeds is delegated from the one who sits on this throne. ഭൂമിയിലുള്ളതായ സകല പ്രപഞ്ചത്തിലുള്ളതായ സകല അധികാരങ്ങളും ഈ സിംഹാസനത്തിൽ നിന്ന് ഉത്ഭവിച്ചതായ അധികാരങ്ങളാണ്. I feel today's Christianity has to understand that man is not the center of everything. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഇന്നത്തെ ക്രിസ്തീയ സമൂഹം മനസ്സിലാക്കണം, മനുഷ്യനല്ല സകലത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത്. You know, God will bless you. ദൈവം നിന്നെ അനുഗ്രഹിക്കും. God will multiply you. ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. Would give you escalate you to another level of your financial resources. നിന്റെ സാമ്പത്തിക അവസ്ഥയിൽ മറ്റൊരു തലത്തിലേക്ക് നിന്നെ കൊണ്ടുവരും. God is going to open new doors for you. നിനക്ക് വേണ്ടി ദൈവം പുതിയ വഴികളെ തുറക്കും. Everything for you and you and you, and there is an errand boy sitting up there in heaven to do everything for you. അവിടെ പറയുന്നു സകലവും നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുവാനായിട്ട് ഒരാൾ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെയാണ്. I mean, rightly today Alan and his team has selected that song. I love that song so much. ഇന്ന് രാവിലെ ആ തെരഞ്ഞെടുക്കപ്പെട്ട അലനും അവർ തെരഞ്ഞെടുത്തതായ ആ പാട്ട് എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. Jesus is the center of it all. സകലത്തിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത് യേശുവാണ്. And from the beginning to the end, it will always be, and it has always been, that Jesus is the center of all. ആരംഭം മുതൽ അവസാനം വരെ സകലത്തിന്റെയും കേന്ദ്രമായിരുന്നതും ഇനിയുമായിരിക്കുവാൻ പോകുന്നതും യേശുവാണ്. And when we truly sing that, we should mean that nothing else matters in this world. നാം അത് യഥാർത്ഥത്തിൽ പാടുമ്പോൾ നാം യഥാർത്ഥത്തിൽ അർത്ഥമാക്കണം, ലോകത്തിൽ മറ്റൊന്നിനും യാതൊരു അർത്ഥവുമില്ല. Nothing in this world will do matter to me because he is the center of it all. ഈ ലോകത്തിലുള്ള മറ്റൊന്നും എനിക്ക് പിന്നെ പ്രശ്നമല്ല, കാരണം സകലത്തിന്റെയും കേന്ദ്രം അവനാണ്. Whether I am recognized or not, it is he who matters. എന്നെ ആരെങ്കിലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവനാണ് കാര്യമായവൻ, അവൻ മാത്രമാണ് കാര്യമായിട്ടുള്ളത്. Exactly why I say that, because when there is evil, when there is sin in us, when there is corruption in us, I matter and not the Lord so much. ഞാൻ അത് പറയുന്നതിന്റെ ആശയം, പാപം ഇവിടെ ഉള്ളപ്പോൾ, ദുഷ്ടത നമ്മിലുള്ളപ്പോൾ, ദുഷിച്ച ചിന്തകൾ നമ്മിലുള്ളപ്പോൾ ഞാനാണ് സകലത്തിന്റെയും കേന്ദ്രം, ദൈവമല്ല. It is I who matters. ഞാൻ മാത്രമാണ് കാര്യമായിട്ടുള്ളത്. And Paul says, it is not I that liveth, but Christ in me. എന്നാൽ പൗലോസ് പറയുകയാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. Truly, it's only then we can sing from our heart, everything revolves around Jesus and not me. അപ്പോൾ മാത്രമാണ് നമുക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുവാൻ കഴിയുന്നത്, സകലവും യേശുവിന് ചുറ്റുമാണ് കറങ്ങുന്നത്, എനിക്ക് ചുറ്റുമല്ല. But that is not how the present contemporary Christianity projects to us. എന്നാൽ സമകാലീന ക്രിസ്തീയ ലോകം നമ്മിലേക്ക് പ്രദർശിപ്പിക്കുന്നത് ആ രീതിയിലുള്ള ഒരു അവസ്ഥയല്ല. I should be recognized. എന്നെയാണ് അംഗീകരിക്കേണ്ടത്. My word should be heard. എന്റെ ശബ്ദം കേൾക്കണം. I should be attended for. എന്റെ കാര്യമാണ് നടക്കേണ്ടത്. I should receive the attention. എനിക്കാണ് ശ്രദ്ധ കിട്ടേണ്ടത്. It doesn't matter to me if if people neglect others, but I have to be at the center of the affair. ആളുകൾ മറ്റുള്ളവരെ അംഗീകരിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, എല്ലാത്തിന്റെയും ശ്രദ്ധാകേന്ദ്രം ഞാനായിരിക്കണം. But that is not what the Lord wants. എന്നാൽ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. You know, we should remember, as you look at the picture here, there is all the humanity from Adam to the last human being is standing before the throne. നിങ്ങൾ ഈ ചിത്രം ചിന്തിച്ചു നോക്കുക, ആദാം മുതൽ ഏറ്റവും അവസാനത്തെ മനുഷ്യ വ്യക്തി വരെ ഈ വലിയ സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്നു. Nobody great, nobody small. ആരും വലിയവരും ആരും ചെറുതുമല്ല. Nobody educated, nobody illiterate. ആരും വിദ്യാഭ്യാസം
വിദ്യാഭ്യാസമുള്ളവരും ആരും വിദ്യാഹീനരുമല്ല. Everybody at par. എല്ലാവരും ഒരുപോലെ നിൽക്കുന്നു. Everybody is silent. എല്ലാവരും നിശബ്ദരായി നിൽക്കുന്നു. Nobody says I should be called first. ആരും പറയുന്നില്ല എന്നെയാണ് ആദ്യം വിളിക്കേണ്ടത്. The one on the throne decides who has to be called first. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ തീരുമാനിക്കും ആരെയാണ് ആദ്യം വിളിക്കേണ്ടത്. Nobody has any credentials there. അവിടെ ആർക്കും പറയുവാനായി ഒരു ക്രെഡൻഷ്യൽസും ഇല്ല. Everybody is stripped of these credentials whatsoever. സകലരുടെയും യോഗ്യതകൾ എന്തായിരുന്നാലും അതിൽ നിന്ന് അവിടെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. People like me would think that I preach every Sunday, so I should be called first. എന്നെ പോലെയുള്ളവർ വിചാരിക്കും എല്ലാ ഞായറാഴ്ചയും ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് എന്നെയാണ് ആദ്യം വിളിക്കേണ്ടത്. And so let the people know that what I have done for the Lord. ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മറ്റുള്ളവർ അറിയുവാൻ ഇടയാകട്ടെ. But then they will also know what I did in my private life, what I thought in my private life, what I intended when I do good. എന്നാൽ അതേസമയം അവരറിയും ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് ചെയ്തു, എന്ത് ചിന്തിച്ചു, എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചു എന്നുള്ള കാര്യം അവരറിയും. And look at Adam to the last person standing there. ഇവിടെ നോക്കുക, ആദാം മുതൽ ഏറ്റവും അവസാന വ്യക്തി വരെ അവിടെ നിൽക്കുന്നു. And I as an individual is like a spot in that whole humanity. ആ മുഴുവൻ മാനവതയുടെ ജനതയുടെയും മധ്യത്തിൽ ഒരു ചെറിയ പൊടി പോലെ മാത്രമാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി. And this whole humanity, ആ സകല മാനവ ജനതയും, whole humanity put together, അവർ മുഴുവനും ഒരുമിച്ച് നിൽക്കുമ്പോൾ before this throne they are nothing but a drop in the bucket. അവരാ വലിയ സിംഹാസനത്തിന്റെ മുമ്പിൽ അവരെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോഴും ഒരു തൊട്ടിയിലെ ഒരു തുള്ളി പോലെ മാത്രമാണ് അവരായിരിക്കും. I am not talking of a hypothetical thing that I am talking about. ഞാൻ പറയുന്നത് എന്റെ സങ്കല്പത്തിൽ നിന്നുള്ളതായ ഒരു കാര്യമല്ല. Isaiah chapter 40 verse 15. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നോക്കുക. I read for you, surely the nations are like a drop in a bucket. They are regarded as dust on the scales. He weighs the islands as though they are fine dust. ഇതാ ജാതികൾ കൊട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽ തരിയെ പോലെ എടുത്തു പൊക്കുന്നു. So a fragment of this dust thinks that he is too educated. നോക്കുക, ഈ പൊടിയുടെ ഒരു ചെറിയ അംശം ചിന്തിക്കുകയാണ് ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും The smallest fragment of this drop in the bucket thinks that he is somebody in the world. നോക്കുക, ഈ തൊട്ടിയിലെ ഒരു തുള്ളിയിലെ ഒരു ചെറിയ അംശം വിചാരിക്കുന്നു ഞാൻ ഈ ലോകത്തിൽ ആരൊക്കെയോ ആണ്. Before this throne you are nobody, my dear brothers and sisters. പ്രിയ സ്നേഹിത, പ്രിയ സഹോദര സഹോദരി, ഈ സിംഹാസനത്തിന്റെ മുമ്പാകെ നീ ആരുമല്ല. The world could recognize you. ലോകത്തിന് ഒരുപക്ഷെ നിന്നെ മനസ്സിലാകും. They could see you as a talented person. അവരൊരുപക്ഷെ നിന്നെ കഴിവുള്ള വ്യക്തിയായി കണ്ടെന്നു വന്നേക്കാം. They could see you as a resourceful person. അവിടെയുള്ള വ്യക്തി ഒരുപക്ഷെ നിനക്ക് ശക്തിയുള്ള, നിനക്ക് കഴിവുള്ളവനാണെന്ന് not before the throne that is a mega throne that would be put up in heaven one day. എന്നാൽ സ്വർഗ്ഗത്തിൽ ഒരു ദിവസം കാണപ്പെടുന്ന ഏറ്റവും വലിയ സിംഹാസനത്തിന്റെ മുമ്പാകെ അങ്ങനെയല്ല. I have seen people who have never seen, children who have never seen an ocean. ഒരിക്കലും ഒരു കടൽ കണ്ടിട്ടില്ലാത്ത പൈതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. But I see them playing pirates. എന്നാൽ അവരെ കടൽ കൊള്ളക്കാരുടെ വേഷം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. And you talk to them, they talk as if it is so real. അതൊക്കെ വളരെ യാഥാർത്ഥ്യമാണെന്നുള്ള രീതിയിൽ അവർ സംസാരിക്കും. And ask them, have they ever seen ocean? എന്നാൽ നിങ്ങൾ എന്തെങ്കിലും കടൽ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ never in their life. അവരുടെ ജീവിതത്തിൽ അവർ കണ്ടിട്ടില്ല. Sometimes when I see individuals playing a hypocritical role, I feel they are like children playing pirates who have never seen an ocean. ചില വ്യക്തികളെ കപടഭക്തിയുടേതായ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതേ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും കടൽ കണ്ടിട്ടില്ലാത്ത പൈതങ്ങൾ കടൽ കൊള്ളക്കാരുടെ വേഷം കളിക്കുന്നത് പോലെ. But let me make a statement like this. ഞാനൊരു പ്രസ്താവന ഇങ്ങനെ പറയട്ടെ. The whole of the humanity standing there. സകല മാനവകതയും ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുന്നു. And they see the mega throne there. അവിടെ ഏറ്റവും വലുതായ സിംഹാസനം. And there is a third person looking at you standing in the humanity. ആ മനുഷ്യ സമൂഹത്തിന്റെ മധ്യത്തിൽ നീ നിൽക്കുന്നത് മൂന്നാമതൊരാൾ കണ്ടാൽ I want to tell you, you will go unnoticed. അവിടെ ആരും നിന്നെ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ
നീ കടന്നു പോകുമെന്ന് ഞാൻ നിന്നോട് പറയാം. Nobody knows you in that whole of the ocean of humanity. ആ മനുഷ്യ സമുദ്രത്തിന്റെ മധ്യത്തിൽ ആരും നിന്നെ കാണുകയില്ല. I want to tell you, if you are not at peace with you, who you are, as you are, without any of these frills, I would say, come back to God and know, as a creator, you are just his son and daughter. ഞാൻ പറയട്ടെ, നീ നിന്നിൽ തന്നെ ഇതിന്റെ മധ്യത്തിൽ സമാധാനം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിങ്കിലേക്ക്, ദൈവപുത്രന്റെ മുമ്പിലേക്ക് നീ കടന്നു വരിക. I mean, I have maybe another minutes. Let me talk a little more about this throne. അടുത്ത 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ സിംഹാസനത്തെ പറ്റി അല്പകാര്യങ്ങൾ കൂടി പറയട്ടെ. Isaiah chapter 66 verse 1. യെശയ്യാ പ്രവചനം 66 അധ്യായം 1-ാമത്തെ വാക്യം. This is a verse which I have grappled many a times. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതായ ഒരു ഭാഗമാണത്. A verse that many a times we use when we are praying. നാം പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. I think today Brother Shibu used this verse. ബ്രദർ ഷിബു ഇന്ന് പ്രാർത്ഥനയിൽ അത് ഉപയോഗിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. Heaven is my throne and earth is the footstool of my feet. സ്വർഗ്ഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും. Have you ever thought about it? നീ അത് ഒരിക്കലെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? You know, heaven is the throne. സ്വർഗ്ഗമാണ് സിംഹാസനം. You know, he is seated on that throne. അവൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു. And the one who is on the throne is so huge that the whole earth covers just his feet. ആ സ്വർഗ്ഗത്തിൽ ഇരിക്കുന്നവൻ, സ്വർഗ്ഗം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന സിംഹാസനത്തിൽ അവന്റെ പാദം മാത്രമാണ് ഭൂമിയിലായിരിക്കുന്നത്. And it is there where we come to worship and bow down before him. അവിടെയാണ് അവന്റെ മുമ്പാകെ നമസ്കരിക്കുവാനും ആരാധിപ്പാനും നാം കടന്നു വരുന്നത്. You know, I am not trying to scare you, my dear brothers and sisters. സ്നേഹിത സഹോദര സഹോദരി, നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നു. I mean, if there is a board kept somewhere, a caution notice kept somewhere saying, dogs, be careful. എവിടെയെങ്കിലും പട്ടികളുണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, and if you are running to that place, നിങ്ങൾ ആ സ്ഥലത്തേക്ക് ഓടിച്ചെല്ലുന്നുവെങ്കിൽ, as a person who loves you, I would say there is a board there. Don't know what kind of dog is there, but be careful, dogs can bite you. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയും, അവിടെ ഒരു കണ്ട ബോർഡിൽ പട്ടി ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഏത് തരം പട്ടിയാണെന്ന് എനിക്ക് അറിയുന്നില്ല, എന്നാൽ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ ഒരു പക്ഷേ കടിക്കും. The reality is, you may not like, why should such a caution notice be there, but the reality is, if you cross the limit, dogs can bite you. ഒരുപക്ഷേ ആ നോട്ടീസ് അവിടെ പതിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുകയില്ല, എന്നാൽ യാഥാർത്ഥ്യം ആ പരിധി വിട്ട് നിങ്ങൾ അകത്ത് കടന്നാൽ പട്ടി നിങ്ങളെ കടിച്ചേക്കുമെന്നാണ്. You know, I am not here to offend you or show you make you see little. ഞാൻ നിങ്ങളെ ഇവിടെ ദേഷ്യപ്പെടുത്തുവാനോ നിങ്ങളെ കുറഞ്ഞവരായി കാണിക്കുവാനോ അല്ല ഇവിടെ പറയുന്നത്. But I am trying to portray the reality that is there in the scripture. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. A Jew is trained not for his attitude to the Lord. A Jew is trained about his attitude to God. ദൈവത്തിന്റെ മുമ്പാകെ അവൾ കാണിക്കേണ്ടതായ മനോഭാവത്തെ പറ്റി ഒരു യഹൂദന് അതിനായിട്ട് പരിശീലിക്കപ്പെട്ടവനാണ്. However rich, however great a Jew becomes, his attitude about God and to God is always the same. ഒരു യഹൂദൻ അവൻ എത്ര ധനികനായാലും എത്ര മഹാനായി തീർന്നാലും ദൈവത്തോടുള്ളതായ അവന്റെ മനോഭാവം എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. He is taught not to take the name of the Lord. ദൈവത്തിന്റെ നാമം വൃഥാ എടുക്കരുത് എന്ന് അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. Instead of God, he will use the word throne or heaven. അവൻ ദൈവം എന്നുള്ളതിന് പകരം സിംഹാസനമെന്നോ സ്വർഗം എന്നോ മാത്രമുള്ള പദം ഉപയോഗിക്കും. In my conversation with a Jew, ഞാൻ ഒരു യഹൂദനുമായി സംസാരിച്ചപ്പോൾ, when he had to say, for God's sake, don't say like that. ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ അത് ചെയ്യരുതെന്ന് പറയുന്നതിന് he said, for heaven's sake, don't say like that. അവൻ പറയും, സ്വർഗത്തിന്റെ നാമത്തിൽ അത് നിങ്ങൾ ചെയ്യരുത്. You know, he's so caught up with the glory and reverence of God. ദൈവത്തിന്റെ മഹത്വത്തെ പറ്റിയും അവനെ ബഹുമാനിക്കേണ്ട കാര്യത്തെ പറ്റി അവൻ വളരെ ബോധവാനാണ്. You know, let me tell you, ഞാൻ എന്നാ പറയട്ടെ, the Christian world today, എന്നാൽ ഇന്നത്തെ ക്രിസ്തീയ ലോകം, I feel Episcopal churches still maintain it at least to the liturgical form of it. എന്നാൽ എപ്പിസ്കോപ്പൽ സഭകൾ ഒരുപക്ഷേ ആരാധനാപരമായ രീതിയിലെങ്കിലും അത് സൂക്ഷിക്കുവാനായി ശ്രമിക്കും. I have seen Catholics, if they walk into the campus, they will not talk loud. They would be very loving. They would be soft spoken when they get close to the sanctuary.
ദേവാലയത്തിലേക്ക് ഒരു കത്തോലിക്ക സഹോദരൻ കടന്നു വരുന്നത് കാണുമ്പോൾ അവൻ വളരെ ബഹുമാനത്തോടെയും വളരെ സൂക്ഷ്മതയോടെ ഉറക്കെ സംസാരിക്കാതെ വളരെ ഭയത്തോടുകൂടെ കടന്നു വരും. But we who have read the scripture, എന്നാൽ വേദപുസ്തകം വായിച്ചതായ നാം, we who have heard few sermons in our lives, നമ്മുടെ ജീവിതത്തിലേറെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള നാം, not very sure if the interpretations are really correct, കേട്ടിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ശരിയാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. and because we hold the Bible in our hand, വേദപുസ്തകം നമ്മുടെ കരങ്ങളിൽ ഉള്ളതുകൊണ്ട്, because we attend a few prayer meetings, നാം പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്, we have a tradition of a few decades of being as a Christian, ക്രിസ്ത്യാനി എന്നുള്ള ദശകങ്ങളായ പരിചയങ്ങൾ നമുക്കുള്ളതുകൊണ്ട്, the fear of God has diluted in our lives. ദൈവത്തെ പറ്റിയുള്ളതായ ഭയം നമ്മുടെ ജീവിതത്തിൽ അത് ഡയല്യൂട്ട് ചെയ്ത ഒരു അനുഭവത്തിലാണ്. We may sing that Jesus is all that matters, നാം ഒരുപക്ഷെ പാടും യേശു മാത്രമാണ് സകലത്തിനും കാര്യമായിട്ടുള്ളത്, but it really doesn't matter to us. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതിന് യാതൊരു അർത്ഥവും പലപ്പോഴും. You know, the fear of God is the beginning of wisdom. നാം മനസ്സിലാക്കണം, യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. We say it to the Sunday school kids that the fear of the Lord is the beginning of wisdom. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പൈതങ്ങളോട് നാം പറയും യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. But it is high time that we speak to us that the fear of the Lord is the beginning of wisdom. എന്നാൽ നാം ദൈവത്തെ പറ്റിയുള്ള ഭയമാണ് ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് നമ്മോട് തന്നെ പറയുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. One of the reasons why I see corruption and every evil thing in the church is because any unwise moves in the church is because the fear of the Lord has departed from them. സഭയിലെ ദുഷ്ടതയും ദുഷിച്ച അനുഭവങ്ങളും ദൈവഭയവും ഇല്ലാതെ വരുന്നതിൻ്റെതായ കാരണം ഭക്തി സഭയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. But the one who was disciplined by the Lord, എന്നാൽ കർത്താവിനാല് ബാലശിക്ഷ കഴിക്കപ്പെട്ടതായ വ്യക്തി, the one who was taught few lessons about the Lord, കർത്താവിനെ പറ്റി ചില പാഠങ്ങൾ പഠിച്ചതായ വ്യക്തി, who was a famous king, ഒരിക്കൽ അവൻ വലിയൊരു രാജാവായിരുന്നു. he was wealthy in every sense. He was wealthy, he was rich, അവൻ വളരെ ധനികനായിരുന്നു. He was a tyrant of the tyrant King Nebuchadnezzar. അവന് ആ കാലത്തെ ഏറ്റവും വലിയ ഭീകരനായ ഒരു രാജാവ്. He held power in the then known world. അന്നത്തെ അറിയപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും വലിയ അധികാരം ഉണ്ടായിരുന്നു. When he was disciplined by the Lord, അവൻ ദൈവത്താൽ ശിക്ഷ കഴിക്കപ്പെട്ടപ്പോൾ, a Gentile king confesses about the Lord. ഈ ഒരു ജാതീയ രാജാവാണെങ്കിൽ അവൻ ദൈവത്തെ പറ്റി ഏറ്റുപറയുന്നു. Come with me to Daniel chapter 4 verse 34. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 34-ാം വാക്യം. I mean, we all know how he was disciplined, and he comes back and makes this confessional statement. അവൻ എപ്രകാരമാണ് ദൈവത്താൽ ശിക്ഷിച്ചത് നമുക്കറിയാം. അവൻ മടങ്ങി വരുമ്പോൾ പറയുന്ന പ്രസ്താവനയാണിത്. I read this verse and I end up the sermon for the day. ഞാനിത് വായിച്ചിട്ട് ഇന്നത്തെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാം. Daniel 4:34 and 35. But the end of that period, I, Nebuchadnezzar, raised my eyes toward heaven. My reason returned to me, and I blessed the Most High and praised and honored him who lives forever. For his dominion is an everlasting dominion, and his kingdom endures from generation to generation. All inhabitants of the earth are of no account, but he does according to the will among the army of heaven and among the inhabitants of earth, and no one can fend off his hand or say to him, what have you done? ആ കാലം കഴിഞ്ഞ് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, എൻ്റെ ബുദ്ധി എനിക്ക് മടക്കി കിട്ടി, ഞാൻ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജത്വം തലമുറ തലമുറയായുള്ളതും അല്ലയോ? അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവൻ്റെ കൈ തടയുവാനോ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിക്കുവാനോ ആർക്കും കഴിയുകയില്ല. That's the one who is sitting on the throne. അവനാണ് സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. As 2020 comes to an end, 2020 അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ, can we humble ourselves? നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുവാൻ കഴിയുമോ? I am not saying let's strip off the credentials that we have. നമുക്കുള്ളതായ ശ്രേഷ്ഠതകളൊക്കെ മാറ്റിക്കണമെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്. But let us humble before the Lord, before that great throne today. ഇന്ന് രാവിലെ ആ വലിയ സിംഹാസനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് താഴ്ത്തുവാൻ കഴിയുമോ? God willing, I'll continue with this the next week as well. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ഞായറാഴ്ച ഇതിന്റെ തുടർച്ചയായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Shall we look to the Lord? നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. Father God, we